പുരസ്കാരത്തിലക്കത്തിൽ ക്ലിൻഡു പവിത്രൻ ഇന്ത്യക്ക് അകത്തും പുറത്തും പവിത്രനെ തേടിയെത്തിയത് നിരവധി പുരസ്കാരങ്ങൾ. ചിത്രകാരൻ, മേക്കപ്പ് ആർട്ടിസ്റ്റ്, ചിത്രകലാ അധ്യാപകൻ, ശില്പി, നാടക കലാകാരൻ എന്നുവേണ്ട കലാരംഗത്ത് തേടിയെത്തിയ പുരസ്കാരങ്ങൾ എത്രയെന്നത് കണക്കുകളില്ല പവിത്രന്. തന്റെ പിലാത്രയിലെ യവനികയിലെ സ്വീകരണ മുറിയിലിരുന്നു കൊണ്ട് ചില്ലലമാരകളിൽ നിലനിൽക്കുന്ന പുരസ്കാരക്കൂട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി സന്തോഷത്തോടെ പറയുകയാണ്, നിശ്ചയ ദാഢ്യത്തോടെ കലാരംഗത്തെ കണ്ടാൽ വിജയമെന്ത് അനുഭവമാണ് എന്ന. അല്ല, ഈ കല എന്ന് പറയുന്നത് ഈ സൈഡ് ആർട്ടിസ്റ്റ്, അതായത് ബിഹൈൻഡ് ദ കർട്ടനിലുള്ള ആർട്ടിസ്റ്റുകളെ പൊതുവെ അംഗീകരിക്കാറില്ല. പൊതുവെ ഒരു അഭിനയിക്കുന്ന പ്രധാനമായിട്ട് സ്റ്റാർ വാല്യൂവിലെ ആളുകൾക്കാണ് സമൂഹത്തിൽ വളരെ അംഗീകാരം കിട്ടുന്നത്. പക്ഷെ ഇതുപോലുള്ള പിന്നണിയിലെ ആളുകൾക്ക് ഇതുപോലെ ജോലി ചെയ്ത് കുടുംബം പുലർത്താനാകും എന്നുള്ള ഒരു ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അത് മറ്റുള്ളവർക്കൊരു മാതൃക കൂടിയാകണം എന്നുകൂടിയുള്ള ഒരു ചിന്ത എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കല കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ 40 വർഷത്തിലധികമായി പവിത്രൻ കലാരംഗത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ അബുദാബിയിൽ ആർട്ട് അധ്യാപകനായി ജോലി നോക്കുകയാണ്. ജീവിതയാത്രയിൽ വിദേശത്ത് അവിചാരിതമായി എത്തപ്പെട്ടതാണ് എങ്കിലും അവിടെയും കലാരംഗങ്ങളിൽ അദ്ദേഹം നിറഞ്ഞു നിന്നു. അബുദാബിയിൽ നടക്കുന്ന ഭരത് മുരളി നാടകോത്സവങ്ങളിൽ 10 തവണയാണ് മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന പുരസ്കാരം ഈ കലാകാരനെ തേടിയെത്തിയത്. രംഗത്താണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രകലയിൽ ഡിപ്ലോമ ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ പരസ്യകലയുടെ ഒരു സ്ഥാപനം എഡ്വാർഡ്സ് പിലാത്ര എന്ന പേരിലൊരു സ്ഥാപനം നടത്തിയിരുന്നു. അത് കുറച്ച് വർഷം നടത്തി. അതിനിടയിൽ വാദ്യോദയ ഹൈസ്കൂളിൽ ചിത്രകല അധ്യാപകനായി പ്രവർത്തിച്ചു. അതിനിടയിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ വിസ വന്നുകൊണ്ട് വിദേശത്ത് പോവുകയും അവിടെ വളരെ സജീവമായി കലാരംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷെ അവിടെ പോകുമ്പോൾ കലാജീവിതം അവസാനിച്ചു എന്ന നിലയിലായിരുന്നു പോയിരുന്നത്. അവിടെ ഒരു കമ്പനിയിലായിരുന്നു ആദ്യം ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്ത്. പക്ഷേ അവിടെ വന്ന പ്രഗത്ഭരായ കലാകാരന്മാർ നമ്മളെ തിരിച്ചറിയുകയും വീണ്ടും കലാരംഗത്തേക്ക് തിരിച്ചു വിളിക്കുകയും അവിടെ സജീവമാവുകയാണ് ഉണ്ടായത്. ഇവിടുത്തെ അമേച്ചർ സംഘങ്ങളിലൊക്കെ നാടകത്തിൻ്റെ മേക്കപ്പ് ചെയ്യാറുണ്ട്. ഈ വിദേശത്തെത്തിയതിന് ശേഷം നമ്മുടെ നാട്ടിലേക്കാൾ വളരെ സജീവമായിട്ടുള്ള നാടക പ്രവർത്തനമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സര യുഎയിൽ കേരള സോഷ്യൽ സെൻറ്ററിൽ നടത്തുന്ന ഭരത് മുരളി നാടകോത്സവമാണ്. അതേതാണ്ട് ഒരു 13 വർഷത്തോളമായി നടത്തുന്നത്. 2011 ഞാൻ അവിടെ എത്തിയത്. അതിനുശേഷമുള്ള എല്ലാ നാടകങ്ങൾക്കും യുഎയിലെ എല്ലാ സംഘങ്ങൾക്കും ചമയമൊരുക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. നിരവധി തവണ ഭരത് മുരളി നാടകോത്സവത്തിലെ മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ മലയാളി സമാജം, അബുദാബി മലയാളി സമാജം ഇതുപോലെ കുറച്ച് വർഷങ്ങളിൽ നാടക മത്സരം നടത്തിയിട്ടുണ്ട്. അതിലും നിരവധി തവണ പുരസ്കാരം നേടിയിട്ടുണ്ട്. ചമയത്തിന് ഗോൾഡ് മെഡലടക്കം ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ പഴയങ്ങാടിയുള്ള സോമൻ പ്രണമിതയുടെ ഇതൊന്നും ഒന്നൊരു നാടകത്തിന് മേക്കപ്പ് ചെയ്തിട്ടാണ് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുള്ളത്. പ്രദീപ് മണ്ടൂരായിരുന്നു അതിൻ്റെ സംവിധാനം. വിദേശങ്ങളിൽ അവധിക്ക് വരുന്ന സമയങ്ങളിൽ പോലും പവിത്രൻ നാട്ടിൽ കലാരംഗങ്ങളിൽ സജീവമാണ്. കലാരംഗത്ത് നേടിയെടുക്കാനായ സൗഹൃദങ്ങളാണ് ഇതിനൊക്കെ കരുത്താവുന്നതും. ഈ പറയുന്ന യുഎയിൽ നടക്കുന്ന വിവിധ മത്സരങ്ങളിലും സംവിധായകരായിട്ട് വരുന്നത് കേരളത്തിലെ പ്രഗത്ഭരായ ആളുകളാണ്. അവർ ഡ്രാമ സ്കൂളൊക്കെ കഴിഞ്ഞ്, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ഒക്കെ കഴിഞ്ഞ് അത്രയും നല്ല ബയോഡേറ്റയുള്ള അത്രയും പ്രഗത്ഭരായ ആളുകളെയാണ് അവിടുത്തെ നാടക സംഘങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഈ എല്ലാ വർഷവും ഒരു 5 or 10 നാടകങ്ങൾക്ക് ഞാൻ ചമയമൊരുക്കുമ്പോൾ ഈ സംവിധായകരായിട്ടുള്ള സൗഹൃദവും അത് വളർന്നു വരികയും വീണ്ടും നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവരുടെ നാടകങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് എന്നറിയുമ്പോൾ എന്നെ അതിൽ വിളിക്കുകയും ഞാൻ അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നാട്ടിൽ വന്നപ്പോഴും നമുക്ക് ആവശ്യമായ വർക്ക് ലഭിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തും 150-ലധികം നാടക സംവിധായകന്മാരുമായി പ്രവർത്തിച്ചത് തന്നെയാണ് ജീവിതത്തിൽ കലാരംഗത്ത് നേട്ടമാകുന്നത്. സ്കൂൾ, കോളേജ് കലോത്സവ വേദികളിലും കേരളോത്സവത്തിലും എന്നിവയിലെല്ലാം തന്റെ മേക്കപ്പിലൂടെ പവിത്രൻ ചരിത്രം സൃഷ്ടിക്കാനായി.
അതിനെക്കുറിച്ചൊക്കെ വരുന്ന വാർത്തകളുടെ അടക്കം ഫോട്ടോകളും ആൽബങ്ങളായി സൂക്ഷിക്കുന്ന പതിവും പവിത്രനുണ്ട്. മുൻകാലങ്ങളിൽ ഈ പ്രച്ഛന്ന വേഷങ്ങൾ കുട്ടികളെ തയ്യാറാക്കി കൊടുക്കുകയും സമ്മാനം നേടിക്കൊടുക്കുകയും ഒരുപാട് കലാഗ്രഹങ്ങളും കലാപ്രതിഭകളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. 89 കേരളോത്സവത്തിൽ ആദ്യമായിട്ട് ഞാൻ തന്നെ ഒരു ആദിവാസിയുടെ ഒരു വേഷം ധരിച്ച് സംസ്ഥാന തലം വരെ വിജയം നേടുകയുണ്ടായി. അതിനുശേഷം കേരളത്തിൽ പല ഭാഗങ്ങളിലും ഫാൻസി ഡ്രസ്സിനും ഒക്കെ മേക്കപ്പിനായിട്ട് ആളുകൾ വിളിക്കുകയും സമ്മാനം നേടിക്കൊടുക്കാൻ കഴിയുകയും ചെയ്തു. പിന്നെ ടാബ്ലോ, അതുപോലെ മൈമ്, പിന്നെ ചെറിയ ചെറിയ നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന നൃത്തങ്ങൾക്കുള്ള മേക്കപ്പ്, പിന്നീട് ടാബ്ലോ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഇപ്പോൾ മോണോ ആക്ട് കുട്ടികളെ പരിശീലിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം വിദേശ രാജ്യത്തും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആർട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കലാരംഗത്ത് തനിക്ക് നൽകിയ പ്രോത്സാഹനത്തിന് ചിരിച്ചുകൊണ്ട് നന്ദി പറയുകയാണ് പവിത്രൻ തന്റെ ദിലീകം വിളിയിലെ യവനിക എന്ന വീടിന്റെ സ്വീകരണ മുറിയിൽ ഇരുന്നുകൊണ്ട്. ഒപ്പം പ്രചോദനമായി ഭാര്യ സിതാര പവിത്രനും മക്കളായ ഡോക്ടർ സാന്ദ്രയും വചൻ കൃഷ്ണയും അദ്ദേഹത്തിന്റെ കലാപ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനവുമായുണ്ട്. കലാരംഗങ്ങളിൽ നിറഞ്ഞെന്ന് യാത്രകൾ തുടരുന്ന ക്ലിൻഡോ പവിത്രൻ എന്ന അതുല്യ കലാകാരന്മാരെ പോലുള്ളവരെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടതും. മാർച്ച് 27 ലോക നാടക ദിനത്തിൽ പ്ലാത്രിയിൽ നടക്കുന്ന ചടങ്ങിൽ ബിഹൈൻഡ് ദി കർട്ടൻ തിയേറ്റർ ഗ്രൂപ്പിന്റെ 9ാമത് സംസ്ഥാന പുരസ്കാരം, കലാരംഗത്തെ മികവിനുള്ള കലാശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന സന്തോഷത്തിലാണ് അദ്ദേഹം. വർത്തമാന ന്യൂസിനു വേണ്ടി രാജേഷ് എരിപുരം.